കോമഡി എന്താണെന്നൊരു ഗോവിന്ദസ്വാമി ജനൻ ടി വിയിൽ വന്നപ്പം ചാർലി ആയിപ്പോയി. തമിഴ്നാട് സർക്കാരിൻ്റെ ചില റെക്കോർഡിൽ ഗോവിന്ദസ്വാമി ചാർലി ആയിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദസ്വാമിയുടെ ബ്രദറിൻ്റെ പേര്, അതായത് സഹോദരൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. എന്താണെങ്കിൽ ചാർലിൻ്റെ ബ്രദറിന് സുബ്രഹ്മണ്യൻ ഏതായാലും തന്തയും തള്ളിയും പേരിടൂല. പക്ഷേ സുബ്രഹ്മണ്യൻ്റെ അനിയനായിട്ടുള്ള ഗോവിന്ദസ്വാമിക്ക് ഗോവിന്ദൻ എന്തായാലും പേരിടും. അങ്ങനെ നോക്കുമ്പം സുബ്രഹ്മണ്യനും എന്താ പറയുക, നമ്മുടെ ഗോവിന്ദനും ഒക്കെ എവിടെ ഏത് വിഭാഗത്തിൽ പെടും, എങ്ങനെ പെടും എന്നുള്ളത് സാധാരണ മനുഷ്യന് മനസ്സിലാവും. പക്ഷേ മലൻ ടി വിക്ക് അത് മനസ്സിലാവില്ല. കാരണം മലൻ ടി വി ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ ആളുടെ പേര് മുഹമ്മദ് കുട്ടിന്നോ നസ്രുദ്ദീൻ ഷാന്നോ അല്ലെങ്കിൽ അലവി കുട്ടിന്നോ ഒക്കെ ആണെങ്കിൽ ആ മതത്തിനെ മൊത്തത്തിൽ അതങ്ങ് പെടുത്താറാണ്. ഗോവിന്ദസ്വാമിയുടെ സ്ഥാനത്തെ ഈ പറഞ്ഞ പോലത്തെ ഒരു മുഹമ്മദ് കുട്ടിയാണെങ്കിൽ മൊത്തം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുത്തിരുന്ന് അപരാധം പറഞ്ഞിട്ട് ഇതാക്കാന്നാണ് മലൻ ടി വി വിചാരിക്കുന്നത്. മലൻ ടി വിയിൽ വന്ന് കുത്തിരിക്കുന്ന സകലമാന ഹാർപ്പിക് എച്ചിലുകളും മറ്റ് എല്ലാ തരത്തിലുള്ള കാമിക് ഭൂമി വിശകല ശശികല ടീച്ചർമാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പം മലൻ നമ്പ്യാരെ ഈ ചാർലി എന്നിട്ടത് കൊണ്ട് അത് ആ ക്രിസ്ത്യാനിറ്റിനെ മൊത്തം പറയാനോ അതല്ലെങ്കിൽ ഗോവിന്ദസ്വാമി എന്നിട്ടത് കൊണ്ട് ഹിന്ദുക്കൾ മൊത്തം റേപ്പിസ്റ്റുകളാണെന്ന് പറയാനോ ചോറ് തിന്നണ നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ തീട്ടം തിന്നുന്ന അല്ലെങ്കിൽ ചാണകം തിന്ന നിന്നെ കൊണ്ട് ഒരാളുടെ പേരിലെ മതം കണ്ട് ആ മതത്തിനെ മൊത്തം പറയാനുള്ള ആ ഒരു പ്രത്യേകതരം തീട്ട സ്വഭാവം ഉണ്ടല്ലോ, ഈ മറ്റേ തീട്ടത്തിലെ പുഴുന്ന് വരും. ആ സ്വഭാവം നിനക്കുള്ളത് കൊണ്ടും നിന്റെ കൂട്ടർക്കുള്ളത് കൊണ്ടും എച്ചിലുകൾക്കുള്ളത് കൊണ്ടും നിങ്ങളെ കൊണ്ടേ അത് പറ്റുള്ളൂ. ഏതാണെങ്കിലും ഗോവിന്ദസ്വാമിയുടെ ബ്രദറിന്റെ പേര് അല്ലെങ്കിൽ ചേട്ടന്റെ പേരെന്താണെന്നും ഗോവിന്ദസ്വാമിയുടെ യഥാർത്ഥ പേരെന്താണെന്നും വിനായകൻ പറഞ്ഞ ഗോവിന്ദസ്വാമി ആരാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ചത്തുപോയ ക്രിമിനൽ വക്കീല് ഗോവിന്ദസ്വാമിയുടെ വക്കാലത്ത് എടുക്കാൻ പണം തന്നത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലോ നരകത്തിലോ ഭൂമിയിലോ ഇരുന്ന് ക്രിമിനൽ വക്കീൽ ആ പേര് പറഞ്ഞിട്ടില്ല. ഭാഗ്യം ഗോവിന്ദസ്വാമിയുടെ പേര് ചാർലി തോമസ് എന്നായത്. അതിനു പകരം ഗോവിന്ദസ്വാമിയുടെ പേര് മുഹമ്മദ് കുട്ടി എന്നോ നസറുദ്ദീൻ ഷാ എന്നോ ആയിരുന്നെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് അച്ഛൻ പുതിയ ജിഹാദുമായി വരുമായിരുന്നു. ജയിൽ ജിഹാദ്, ക്രൈം ജിഹാദ്, ജിഹാദ്. കർത്താവെ, നാർക്കോട്ടിക് ജിഹാദ് അച്ഛനെയും ഗോവിന്ദസ്വാമിയെ ചാർലി തോമസിനെയും ക്രിമിനൽ വക്കീലായ ആളൂരിനെയും അയാളുടെ അമ്മയെയും ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യയെയും മക്കളെയും പേരമക്കളെയും കാത്തോളെ. ഈ പോസ്റ്റ് ഇട്ടത് വേറെ ആരുമല്ല, നമ്മുടെ കിളി പോയ വിനായകനാണ്. ഈ വിനായകൻ ഈ ഇട്ട പോസ്റ്റിലെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഗോവിന്ദസ്വാമിയുടെ പേര് ചാർലി എന്നായതുകൊണ്ട് കുഴപ്പമില്ല, അതിന് പകരം വല്ല നസ്രുദ്ദീൻ ഷാന്നോ മുഹമ്മദ് കുട്ടിന്നോ അലവി കുട്ടിന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം എന്തായേനെന്നാണ് ചോദിച്ചത്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ വന്നിട്ട് നാർക്കോട്ടിക് ജിഹാദിന് പകരം ജയിൽ ജിഹാദ് എന്നോ ക്രിമിനൽ ജിഹാദ് എന്നോ ഒക്കെ പറഞ്ഞ് ജയിൽ ചാട്ടും ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അച്ഛന്മാരും നമ്മുടെ നാട്ടിലെ പല മിത്രങ്ങളും ഇപ്പോൾ പുറത്തോട്ട് വന്നേനെ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ജനൻ ടി വിയിൽ നമ്മൾ കണ്ടത്. അതായത് ഗോവിന്ദസ്വാമി പിടിയിൽ അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്നതിന് പകരം പുള്ളി ചാർലി തോമസ് ജയിലിൽ ചാടി അല്ലെങ്കിൽ ചാർലി തോമസ് പിടികൂടി എന്നുള്ള വാർത്തകൾ വരാനുള്ള റീസൺ അത് തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ട് കൈയടിക്കുന്ന നമ്മുടെ ക്രിസംഗികൾ പോലും അറിയുന്നില്ല ഈ ജനൻ ടി വി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മലൻ ടി വി മറ്റ് നമ്മുടെ നാട്ടിലെ സകലമാന ചാണക ചാനലുകളും അല്ലെങ്കിൽ ചാണകവാണങ്ങളും ഇത് ഫോക്കസ് ചെയ്ത് ക്രിസ്ത്യാനിയുടെ അണ്ണാക്കലിട്ടാണ് കുത്തിയത് എന്നുള്ളത് ഈ പാവങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിന് പകരം വല്ല മുഹമ്മദ് കുട്ടിയൊക്കെ ആണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ സകല എച്ചിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവിധ ചാണക തീട്ടങ്ങളും വന്നിരുന്നിട്ട് ഘോരഘോരം ലൈവും പ്രസംഗങ്ങളും ഉണ്ടായതിനെ. അത് ഏതായാലും നടന്നില്ല. ഭാഗ്യം, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമുകളെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ട് ജസ്റ്റ് എസ്കേപ്ഡാണ്. ഇയാൾ ഒരു മുസ്ലിം ആവാതെ ഇരുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ പടച്ചവനോട് ഒരുപാട് സ്തുതി പറഞ്ഞോളൂ, അതൊരു മുസ്ലിം ആവാണ്ടിരുന്നതിൽ. ഇനി ഗോവിന്ദസ്വാമിയുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ പേര് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗോവിന്ദസ്വാമി, അതായത് ഗോവിന്ദസ്വാമി ഏലിയാസ് ഗോവിന്ദസ്വാമി എന്നറിയപ്പെടുന്ന ഇയാള് തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡിലാണ് ചാർലി എന്നറിയപ്പെടുന്നത്. ഇയാൾ ചാർലി എന്നും ഗോവിന്ദസ്വാമി എന്നും ഗോവിന്ദസ്വാമി എന്നും പരമേശ്വരൻ എന്നും മുരുകൻ എന്നും അങ്ങനെ രാജേഷ് എന്നും രജീഷ് എന്നും അങ്ങനെ പല പേരിലും ഇയാൾ അറിയപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല കേസുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇയാൾ. അവിടെയൊക്കെ പല പല പേരുകളിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി സേലം കോടതിയിലെ വിചാരണ നടക്കുന്ന സമയത്ത് ജാമ്യത്തിൽ ഇറങ്ങി കേരളത്തിലോട്ട് വരുന്ന തീവണ്ടി യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്തി. ഇതാണ്
ഗോവിന്ദച്ചാമിയുടെ പേരിലുള്ള കേസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏക ബന്ധുവായിട്ട് നമ്മുടെ കേരള പോലീസിന്റെ രേഖകളിലുള്ളത് ഗോവിന്ദസ്വാമിയുടെ ബ്രദറാണ്, വേറെ ആരുമല്ല, സുബ്രഹ്മണ്യനാണ്. അപ്പം സുബ്രഹ്മണ്യാണ് ഗോവിന്ദസ്വാമിയുടെ ബ്രദർ എന്ന് നമ്മുടെ കേരള പോലീസിന്റെ റെക്കോർഡിലുള്ളത്. ഏതായാലും ഗോവിന്ദസ്വാമി ചാർലി അല്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി. അത് തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡിലുള്ള ഒരു കാര്യം മാത്രമാണ്. കാരണം ഗോവിന്ദനും സുബ്രഹ്മണ്യനും ഒക്കെയാണ് ഇയാളുടെ സഹോദരൻ്റെ ഒക്കെ പേര്. അപ്പൊ ഏത് മതത്തിൽ വരും അല്ലെങ്കിൽ ഏത് ഇതിൽ പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനൻ ടി വി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഒരു കൊലപാതകി, ഒരു റേപ്പിസ്റ്റിനൊക്കെ ഒരു പേരുണ്ടെങ്കിൽ അത് ആ മതത്തിന്റെ പേരല്ല എന്നുള്ള സാമാന്യ ബോധം ജനൻ ടി വി അല്ലെങ്കിൽ മലൻ ടി വി ഉൾക്കൊണ്ടാൽ നല്ലത്. അതിനു പകരം ഗോവിന്ദസ്വാമി എന്ന് കേട്ടപ്പോൾ എൻ്റെ ഗോവിന്ദ എന്നുള്ള നമ്മൾ ദൈവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പേര് മാറ്റി ഈ പറഞ്ഞ പോലെ ചാർലി എന്നാക്കി എന്തിനാണ് ഇങ്ങനെ സ്വയം തരംതാവുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ഒരു ഗോവിന്ദൻ എന്നുള്ള പേര് അയാൾക്കുണ്ട് വെച്ചാൽ നിങ്ങളുടെ ദൈവമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടരാണ് അല്ലെങ്കിൽ സകലമായ ഹിന്ദുക്കളും റേപ്പിസ്റ്റുകളാണെന്ന് പറയാവുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിലെ മറ്റ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സാധാരണ ജനങ്ങൾക്കും ഇല്ല. പകരം ഗോവിന്ദസ്വാമി ഒരു മുഹമ്മദ് കുട്ടിയാണെങ്കിൽ കുത്തിയിരുന്ന് നമ്മുടെ മലൻ നമ്പ്യാരൊക്കെ ഇപ്പം ഇവിടെ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമം വരെ മാറ്റണം എന്ന് പറഞ്ഞ വാണമാണ് നമ്മുടെ മലൻ നമ്പ്യാർ ഇവിടെ MLA. അപ്പം അവനൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരു പേരോടുകൂടി ആ മതത്തിൽ അല്ലെങ്കിൽ ആ പേര് ഉള്ള ആള് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ മതത്തിനെ മൊത്തം പറയണം. അതായത് മുഹമ്മദ് കുട്ടിയാണ് ഗോവിന്ദസ്വാമിയുടെ സ്ഥാനത്തെങ്കിൽ അത് ഇസ്ലാം മതം അങ്ങനെയാണ്, ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന ഓരോ ആളുകളും ഇത്തരത്തിൽ റേപ്പിസ്റ്റുകളാണെന്നും പറഞ്ഞിട്ട് ഇവൻ ഇതിൻ്റെ ഇടയിലോട്ട് ഖുർആനെയും അതുപോലെ തന്നെ പടച്ചോനെയൊക്കെ കൂട്ടിക്കെട്ടി എഴുതി ഒരു തരം തീട്ടം തിന്നുന്ന ഒരു ജീവി. അത് മാത്രമാണ് ഈ മലൻ നമ്പ്യാരും. അവൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നമുക്കറിയാം എല്ലാ ദിവസവും ജനൻ ടി വിയിലെ പാനലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റ് എച്ചിലുകളും മറ്റ് സകലമാന കൂറകളും കൂട്ടത്തിൽപ്പെടും. അപ്പം ഇവന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളുടെ മതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ പേര് കൊണ്ട് അയാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ മതത്തിനെ മൊത്തം കുറ്റം പറയുന്ന തേർഡ് റൈറ്റ് ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത് ഈ പറഞ്ഞ വാണസംഖികളും എച്ചിൽ മുസ്ലിങ്ങളും ക്രിസംഖികളും മുസംഖികളും മാത്രമാണ്. സാധാരണ ബുദ്ധിയും വിവരമുള്ള ചോറ് തിന്നുന്ന പച്ചച്ചോറ്, ചാണകത്തിനും തീട്ടത്തിനും പകരം പച്ചച്ചോറ് തിന്ന മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കില്ല. ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞാൽ അത് ഗോവിന്ദനാണെന്നും അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാം ഇങ്ങനെയാണ് ചിന്തിക്കാനുള്ള ആ രീതിയിലുള്ള ചിന്താഗതി, ആ ഒരു കൂർമ്മ ചിന്താഗതി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് വിനായകൻ ഏത് കിളി പോയവനാണെങ്കിലും ഇന്ന് അവൻ പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. ഗോവിന്ദസ്വാമിയുടെ സ്ഥാനത്ത് മുഹമ്മദ് കുട്ടിയോ അല്ലെങ്കിൽ നസ്രുദ്ദീൻ ഷാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പം മുസ്ലിങ്ങൾ മൊത്തത്തിൽ പെട്ടേനെ. മൊത്തത്തിൽ മുസ്ലിങ്ങളെ ജിഹാദും പലതരത്തിലുള്ള ജിഹാദ്, ക്രൈം ജിഹാദും ജയിൽ ജിഹാദും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ വിഷകലനെ പോലത്തെ അല്ലെങ്കിൽ കാമിതകളെ പോലത്തെ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേകതരം എന്താ പറയുക ജഹാനുകളുണ്ട്. അതിലൊക്കെ ഇപ്പം ചാടി ഇറങ്ങി വേട്ടയാടിയാണ് ഈ പറഞ്ഞ പാവം മുസ്ലിങ്ങളെ. ഏതായാലും ഈ ആണുങ്ങൾക്കൊന്നും പറയാനില്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ജനൻ ടി വിയിൽ വളരെ സോഫ്റ്റായിട്ട് അതങ്ങ് ചാർലിയുടെ തലയിൽ കിട്ടുകൊടുത്തത്. ഏതാണെങ്കിലും ചാർലിയുടെ സഹോദരൻ്റെ പേര് സുബ്രഹ്മണ്യനും ചാർലിയുടെ യഥാർത്ഥ പേര് ഗോവിന്ദസ്വാമി എന്നുള്ളതായതുകൊണ്ട് പാവം ഹിന്ദുക്കൾ പേടിക്കേണ്ട. ഏതായാലും ഹിന്ദുക്കളെ കുറ്റം പറയാൻ ആരും വരില്ല. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില മലം ബാണങ്ങൾ ഇതുപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ മതത്തിനെയും മറ്റ് എന്താ പറയുക ദൈവങ്ങളെയും മറ്റ് പ്രവാചകന്മാരെയും കുറ്റം പറഞ്ഞ് ജീവിച്ചു പോകുന്ന കുറേ വാണത്തിട്ടങ്ങൾ മാത്രമാണ് എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചാൽ മതി. ഒരു പ്രശ്നം വേറെ ആർക്കും ഇല്ല ഇവിടെ.